എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവനും കൃഷ്ണനും മുരുകനും സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ യാത്ര ഇങ്ങോട്ടേക്കായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. വേറൊരു ഇടത്തേക്കായിരുന്നു ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മഴ ഉള്ളത് കൊണ്ട്, പിന്നെ മഴയില്ല എന്ന് കണ്ടതുകൊണ്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പൂൻ്റെ കൂടെ അപ്പൂൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരായിരുന്നു അമ്പലത്തിലേക്ക് പോയത്. വഴിയിൽ നിന്ന് അപ്പൂൻ്റെ ആശാനെയും പിക്ക് ചെയ്തു. പക്ഷേ ഞാൻ ഷോർട്സൊക്കെ എടുക്കാൻ മറന്നുപോയി. ആക്ച്വലി രാവിലെ ഒരു 9 മണിയോടെ തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാലത്തും ഇത്രയും പഴമയോട് കൂടിയിട്ട് അമ്പലം നിലനിൽക്കുക എന്നത് വളരെ റെയറായിട്ട് എനിക്ക് തോന്നി. ഈ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട്. കൃഷ്ണൻ ഏറ്റവും താഴെ, അതിനു മേലെ മുരുകൻ, ഏറ്റവും മേലെ ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ശിവൻ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു കുളം സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ആചാരമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു പ്രസക്തിയുള്ള ഒരു സ്ഥലമാണ് ക്ഷേത്രക്കുളം എന്ന് പറയുന്നത്. ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ശുദ്ധിയുടെ ഒരു പ്രതീകമാണ് ക്ഷേത്രക്കുളം എന്ന് പറയുന്നത്. പിന്നെ കുളം മനസ്സിന് സമാധാനവും പിന്നെ ആന്തരികമായിട്ടൊരു ശുദ്ധിയെയും പ്രതിനിധീകരിക്കുന്നതാണ് ശാസ്ത്രം പറയപ്പെടുന്നത്. അങ്ങനെ കുളത്തിലെല്ലാം ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ മുരുകൻ്റെ അമ്പലത്തിലേക്ക് പോയി. അവിടെ നിന്ന് തൊഴുതിട്ട് കുറച്ച് കുന്നിൻ്റെ മുകളിലേക്കായിട്ട് ശിവൻ്റെ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോയി. പിന്നെ 3 അമ്പലങ്ങളിലും കയറി നമ്മൾ തൊഴുതു. പിന്നെ ആസ് യൂഷ്വൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും പിന്നെ ഞാനൊരു റീല് കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഇതുവരെയും കാണാത്തവർ പോയി കയറി കാണുക. സോ എൻ്റെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വ്ളോഗ് എടുക്കണമെന്ന് ആദ്യം വിചാരിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയി. നമ്മൾ കുറച്ച് ടെമ്പിൾ എസ്തെറ്റിക്സ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം കംപ്ലീറ്റ്ലി മറന്നുപോയി. അതുപോലെയാണ് ഇതിൻ്റെ ഓരോ എസ്തെറ്റിക്സും എല്ലാം. അപ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ പ്ലീസ് ഡു കം ആൻഡ് വിസിറ്റ് ഹിയർ. ഇതിൻ്റെ ഒരു പീസ്ഫുൾനെസ് നിങ്ങൾ വന്ന് തന്നെ കണ്ട് തന്നെ അറിയണം. എനിക്ക് പറയുന്നേക്കാൾ കൂടുതൽ നിങ്ങൾ വരിക, വിസിറ്റ് ചെയ്യുക, തൊഴുത് പ്രാർത്ഥിച്ച് പോവുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു.